ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് വന്നിട്ടുണ്ട്. പുതിയ റെസിപ്പിയല്ല, പഴയ റെസിപ്പി തന്നെ. പക്ഷേ നമ്മൾ ഇന്നൊന്ന് കുറച്ചൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് കഴുകി നമ്മൾ അരമണിക്കൂറേക്ക് സോക്ക് ചെയ്യാൻ വെക്കുകയാണേ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് വളരെ ചെറിയ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ എടുക്കുന്നുള്ളൂ, അധികം ഒന്നും എടുക്കുന്നില്ല. അതുപോലെ തന്നെ ഇതാ ഒരു വെളുത്തുള്ളി, ഒരു സവാളയാണ് എടുത്തത്. വെളുത്തുള്ളി അല്ല, ഒരു സവാള, 3-4 വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, പിന്നെ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ പുതിനയും മല്ലിച്ചപ്പും ഇതാ വാടിപ്പോയിട്ടുണ്ട്. എന്നാലും അതിൻ്റെ ഗുണത്തിനും മണത്തിനും യാതൊരു കുറവുമില്ല. നമ്മളെല്ലാം ഇട്ടിട്ട് ഇതുപോലെ തന്നെ പേസ്റ്റാക്കി അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്തത് നമ്മളിതാ ഈ കുടത്തിനകത്തേക്ക് നമ്മൾ സെറ്റാക്കി ഇടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് എല്ലാം വളരെ ചെറിയ ഇൻഗ്രീഡിയൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഒരുപാടൊന്നും എടുത്തിട്ടില്ല. നമ്മളൊന്നും കുളമാക്കി കളഞ്ഞിട്ടില്ല. അതുകൊണ്ടിട്ട് നമ്മളിതാ ഈ ഒരു കലത്തിനകത്തേക്കാണ് നമ്മളിതെല്ലാം അരച്ച് വെച്ചിരിക്കുന്ന എല്ലാം ഇടുകയാണ് കേട്ടോ. ഇട്ടതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് വേണ്ടുന്ന മസാലകൾ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗരം മസാല ഒരു 1.25 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണ്, മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ ചേർക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർക്കണം കേട്ടോ. നമ്മൾ എത്രയാണോ മുളക് പൊടി എടുക്കുന്നത് അതിൻ്റെ ഒരു കുറച്ച് കുറവ് മാത്രമേ മല്ലിപ്പൊടി ചേർക്കാവുള്ളൂ. അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട്, പിന്നെ നമ്മൾ അതിനകത്ത് ചേർത്തത് തൈരാണ് കേട്ടോ. തൈരും കൂടെ ചേർക്കുന്നുണ്ട്. തൈരും കൂടെ ചേർത്തിട്ട് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനും കൂടെ ഇട്ടതിന് ശേഷം നമ്മുടെ ഇതെല്ലാം സെറ്റായി നമ്മളിനി അത് നന്നായിട്ട് അതിനകത്തേക്ക് തേച്ച് പിടിപ്പിച്ച് സെറ്റാക്കി വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ അടുപ്പ് കത്തിക്കാൻ പോവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും തന്നെ നമ്മൾ ആദ്യമേ ശരിയാക്കി വെച്ചിട്ടാണ് നമ്മൾ ബാക്കി പരിപാടിക്ക് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സലാഡ് ആ സമയത്ത് നമുക്ക് സലാഡൊക്കെ റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാ ഈ കുടത്തിനകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. നമ്മളിതിനകത്തേക്ക് വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. വെള്ളം ഒഴിക്കാതാണ് നമ്മളിത് അടുപ്പ് കത്തിച്ച് നമ്മൾ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മളിനി ഇത് മൂടി വെക്കുകയാണ് കേട്ടോ. തുള്ളി പോലും വെള്ളം ഒഴിക്കുന്നില്ല. പക്ഷെ നമ്മളിതൊരു 10 മിനിറ്റിനുള്ളിൽ നമ്മളിത് തുറന്ന് നോക്കണം കേട്ടോ. തുറന്ന് നോക്കുമ്പോൾ ഇതാ ഇതുപോലെ സെറ്റായിട്ടുണ്ടാവും. അതിനകത്തുനിന്ന് വെള്ളമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇതിനകത്തേക്ക് റൈസ് ഇട്ട് കൊടുക്കുകയാണേ. റൈസ് നമ്മൾ കഴുകി വെള്ളം അതിങ്ങനെ വാർന്ന് പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമ്മളൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കി വീണ്ടും അടച്ച് വെക്കണം കേട്ടോ. അപ്പം നമ്മളുടെ അടിപൊളി കലം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ താങ്ക് യു.